ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. കഴിഞ്ഞ 6 ദിവസത്തെ റാലിക്ക് ശേഷം ഇന്ന് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. കറണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവും താരിഫ് ഇഷ്യൂ ഒക്കെ മാർക്കറ്റിൽ നിന്ന് ഡൗൺ ആവാൻ കാരണമായി. പ്രധാനമായിട്ടും ഉള്ളതിരുന്നത് FII എന്നും DII എന്നുള്ള സെല്ലിംഗ് പ്രഷേഴ്സും ഇതിനൊരു റീസണായി മാറിയിരുന്നു. വളരെ നാളിന് ശേഷം DII എന്ന സെല്ലിംഗ് മോഡലിലേക്കാണ് പോയത്. നിഫ്റ്റി 24,870 ക്ലോസ് ചെയ്തത്. 213 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്നലെ വരെ നിഫ്റ്റി 452 പോയിന്റാണ് ഉയർന്നു നിന്നത്. അവിടെ നിന്നാണ് ഇന്ന് 213 പോയിന്റ്സിൻ്റെ കുറവുണ്ടായത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 55,149 ക്ലോസ് ചെയ്യുമ്പോൾ 606 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. എബോവ് 1% ഫോൾ ആണെന്ന് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 79 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 57,629 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 46 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 17,919 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 11.72 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 693 പോയിന്റ്സ് കുറഞ്ഞ് 81,306 ക്ലോസ് ചെയ്തത്. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 329 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. FIIയും 1,622 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DII FI ആഴ്ചയുടെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ DII നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇന്ന് മാത്രം നെറ്റ് സെല്ലിങ്ങിലായിരുന്നു. ആകെ 14,524 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII ഈ ആഴ്ച. FII മൺഡേയും തേഴ്സ്ഡേയും മാത്രം ബയിങ്ങിലായിരുന്നു. ബാക്കി എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 1,707 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII ഈ ആഴ്ച. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഫോൾ ആണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 48 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 25,329 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 174 പോയിന്റ്സ് ഇടിഞ്ഞ് 34,507 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,317 ക്ലോസ് ചെയ്യുമ്പോൾ 256 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 565 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 55,737 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നാൽ 15 പോയിന്റ്സിൻ്റെ ഗെയിൻ കണ്ടു. 14,738 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 67 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 9,106 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 35,440 ക്ലോസ് ചെയ്യുമ്പോൾ 283 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 15 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 1653 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 9375 ക്ലോസ് ചെയ്യുമ്പോൾ 118 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 93 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 11,126 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ എന്ന 87 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 22,265 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 79 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 6,998 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി 7 പോയിന്റ്സ് കുറഞ്ഞ് 909 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,025 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,704 കമ്പനികളും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ M&M 0.74% റാലി നടത്തി. മാരുതി 0.63% റാലി നടത്തി. ബെൽ 0.25%, ഭാരതി എയർടെൽ 0.16%, ടൈറ്റാൻ 0.07%, ബജാജ് ഫിനാൻസ് 0.06%, അപ്പോളോ ഹോസ്പിറ്റൽ 0.04% ആൻഡ് ബജാജ് ഓട്ടോ 0.01% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാസിം 2.55% ഫോളോ നടത്തി. ഏഷ്യൻ പെയിന്റ് 2.40% ഫോളോ നടത്തി. അദാനി എന്റർപ്രൈസ് 2.28%, അൾട്രാസിംകോ 2.06%, ഹീറോ മോട്ടോകോപ്പ് 2.06%, ടാറ്റ സ്റ്റീൽ 1.99%, ITC 1.79%, HCL Tech 1.77%, കോട്ടക് ബാങ്ക് 1.71% ആൻഡ് നെസ്ലെ ഇന്ത്യ 1.66% ഫോളോ ആണ് കണ്ടത്. ഇത് ബയോസെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 12 മാസത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ 25,235 നിഫ്റ്റി ഇന്ന് 24,870 നിൽക്കുമ്പോൾ 1.45% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി 24,870 ക്ലോസ് ചെയ്യുമ്പോൾ 4.75% പ്രോഫിറ്റ് കാണാൻ സാധിച്ചു. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ
മൺഡേ 24,876 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,980 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,050 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,083 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 24,870 ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റിൽ 0.97% പ്രോഫിറ്റാണ് ഈ മുഴുവൻ ആഴ്ചയിൽ നമുക്ക് കാണാൻ കിട്ടിയത്. ഇന്നലെ വരെ 452 പോയിന്റ് ഗെയിനിലായിരുന്നു നിഫ്റ്റി. ഇന്ന് അത് കുറഞ്ഞ് ഇന്നത്തെ ഫോളോയോട് കൂടി 238 പോയിന്റ് ഗെയിനാണ് ഈ ആഴ്ച നിഫ്റ്റിയിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.